എല്ലാവർക്കും നമസ്കാരം. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ എല്ലാവർക്കും ഉള്ള മെയിൻ പ്രശ്നമാണ് നമുക്ക് മുടി കൊഴിയുന്നത്, പിന്നെ ഡാൻഡ്രഫ്. ഇതൊക്കെ നമുക്ക് എങ്ങനെ മാറ്റാന്ന് നമുക്ക് ഈ വീഡിയോയിൽ കൂടെ കാണാം. അതിന് നമുക്ക് ഞാൻ ഇവിടെ ഒരു 10 ഹെയർ ഹാക്സ് പറഞ്ഞുതരാം. അപ്പോൾ ഇത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 30 ഡേയ്സ് നമ്മളിങ്ങനെ ചെയ്തുകൊണ്ട് പോയാൽ നമുക്ക് കുറച്ച് മാറ്റമെങ്കിലും വരും. കംപ്ലീറ്റ് ആയിട്ട് പോകുമെന്നല്ല ഞാൻ പറയണേ, കുറച്ച് മാറ്റമെങ്കിലും വരും. അത് നമുക്ക് ഹെയർ കുറച്ചും കൂടെ ഗ്രോ ആവും, കുറച്ചും കൂടെ തിക്നെസ് ആവും. അപ്പൊ നമ്മൾ ഈ ഹാക്ക് ചെയ്താൽ നമുക്ക് അതിനു മുമ്പേ ആരെങ്കിലും എന്റെ ചാനൽ പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ സബ്സ്ക്രൈബ് ബട്ടന്റെ അടുത്തൊരു കുഞ്ഞ് ഐക്കൺ ബെല്ലുണ്ട്, അതിനെ പ്രസ് ചെയ്താൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരത്തുള്ളൂ. അപ്പൊ ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പൊ നമുക്ക് വീഡിയോയിലകത്ത് പോവാം. അപ്പോൾ നമ്മളുടെ ഫസ്റ്റ് ഹാക്ക് എന്ന് പറയുമ്പോൾ നമ്മളൊരു ചീപ്പ് എടുക്കണം. അത് നല്ല അകന്ന പല്ലുള്ള ചീപ്പായിരിക്കണം. എന്നിട്ട് നമുക്ക് മുടിയിലുള്ള ചടയൊക്കെ കളഞ്ഞ് നന്നായിട്ട് ചീകണം. നമ്മൾ മുടി ചീകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് കുറേ ചടയുണ്ടെങ്കിൽ ആദ്യം നമ്മൾ താഴെ വലിക്കണം. ആ ഹെയറിൻ്റെ തുമ്പത്തിൽ ആദ്യമുള്ള ചടയൊക്കെ കളഞ്ഞ് ഇങ്ങനെ മുകളിലോട്ട് വലിക്കണം. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഈസി ആയിരിക്കും. അത് നമ്മളിങ്ങനെ ഇരുത്തി പറിച്ചൊന്നും വലിക്കല്ലേ, എന്നാൽ നമ്മുടെ മുടിയൊക്കെ പൊട്ടിപ്പോകേണ്ട ചാൻസ് ഉണ്ട്. സോ നമ്മളിങ്ങനെ പതുക്കെ ചടയെടുക്കണം. കുറച്ചും കൂടെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് കുറച്ച് ബ്ലഡ് സർക്കുലേഷൻ കൂടും. അപ്പോൾ നമ്മളുടെ മുടി കുറച്ചും കൂടെ സ്ട്രോങ്ങർ ആവും. പിന്നെ സ്കാൽപ്പിൽ കുറച്ചും കൂടെ സ്ട്രോങ് ആകും, ഹെയർ വളരാൻ സാധിക്കും. പിന്നെ നമ്മളുടെ ഹെയർ നല്ല സ്ട്രോങ് ആവും. പക്ഷെ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്ന് വെച്ചാൽ, ആരും ഷവറിൽ ഹെയർ വാഷേ ചെയ്യല്ലേ, നമുക്ക് കൂടുതൽ ഹെയർ ഫാൾ ഉണ്ടാകും. പിന്നെ 5ാമത്തെ ഹാക്ക് എന്ന് പറയുമ്പോൾ ഇതുപോലെ നമ്മൾ മുടി കെട്ടി വെക്കുമല്ലോ കുളിച്ച ശേഷം, അതുപോലെ ഒരിക്കലും വെക്കാൻ പാടില്ല. അതുപോലെ പിന്നെ എന്തെന്ന് വെച്ചാൽ നമ്മളുടെ ഹെയർ അല്ലാതെ കാറ്റൊക്കെ ഉണ്ടല്ലോ, അതിൽ തന്നെ നമ്മളുടെ ഹെയർ ഉണങ്ങണം. ഇല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ
ഈരത്തോട് നമ്മൾ വെച്ചിരിക്കുമ്പോൾ കൂടുതൽ ഡാൻഡ്രഫ് ഉണ്ടാക്കും, ഹെയർ ഫാൾസ് ഉണ്ടാക്കും. അതുകൊണ്ട് അത് ഒരിക്കലും പാടില്ല. പിന്നെ നമ്മൾ ഈര മുടിയിൽ എന്തോ ചീകാനും പാടില്ല. ഇനി നമ്മളുടെ 6ാമത്തെ ഹാക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ കുറേ വെള്ളം കുടിക്കണം. വെള്ളം കുടിച്ചാൽ മാത്രമേ നമ്മളുടെ ഹെയർ വന്ന് നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കുകയുള്ളൂ. സോ നമ്മൾ 1 ഡേ ഒരു 10 ഗ്ലാസസ് വാട്ടർ എങ്കിൽ നമ്മൾ ഡെയിലി കുടിക്കണം. ഈ കാണുന്ന സാധനം ഒന്നും നമ്മളുടെ ഹെയറിൽ വന്ന് യൂസ് ചെയ്യാൻ പാടില്ല. അങ്ങനെ നമ്മളുടെ യൂസ് ചെയ്യുമ്പോൾ നമ്മളുടെ ഹെയറിന് വന്ന് ഡാമേജ് ഉണ്ടാകും. സോ യൂസ് ചെയ്യാൻ പാടില്ല. നമ്മൾ നോർമലായിട്ടുള്ള കോമ്പ് മാത്രം വെച്ച് ചീകിയാൽ മതി നമ്മളുടെ ഹെയർ. ഇപ്പോൾ നമ്മളുടെ ഹെയർ വന്ന് കുറച്ച് ഫ്രിസി ഉണ്ടെങ്കിൽ നമുക്ക് കഞ്ഞിവെള്ളം യൂസ് ചെയ്താൽ മതി. അപ്പോൾ നമ്മളുടെ ഹെയർ വന്ന് കുറച്ചും കൂടെ സോഫ്റ്റ് ആകും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പം മാക്സിമം പേരും ഇങ്ങനെ തല കോതുമ്പോഴേ ഇങ്ങനെ ടൈറ്റായിട്ട് ചെയ്യും. അത് ചെയ്യാൻ പാടില്ല. ജസ്റ്റ് നമ്മളിങ്ങനെ എടുത്താലും കുറച്ച് ലൂസായിട്ട് സ്പണ്ണിട്ടാൽ മതി. ഇപ്പോൾ നമ്മൾ ടൈറ്റായി ചെയ്യുമ്പോൾ നമ്മളുടെ ഹെയർ വന്ന് നന്നായിട്ട് വലിഞ്ഞു പോകും. വലിയുമ്പോൾ എന്തുവാ പൊട്ടാണ്ട ചാൻസ് ഉണ്ട്. ഇങ്ങനെ പൊട്ടി വരാണ്ട ചാൻസ് ഉണ്ട്. പിന്നെ നമ്മളുടെ 9ാമത്തെ ഹാക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ മാക്സിമം വന്ന് മൈൽഡ് ഷാംപൂസ് യൂസ് ചെയ്യാൻ നോക്കുക. അതും താളിയായാലും നല്ലതാണ്. താളി ഈ ചെമ്പരത്തി പൂവും ചെമ്പരത്തി ഇലയും കൂടെയുള്ള അതും ബെസ്റ്റാണ്. പക്ഷെ മൈൽഡ് ഷാംപൂസ് യൂസ് ചെയ്യാൻ നോക്കുക. ഇങ്ങനെ ഷാംപൂസ് യൂസ് ചെയ്യുമ്പോൾ മസ്റ്റായിട്ട് കണ്ടീഷണർ യൂസ് ചെയ്യണം. ആഴ്ചയിൽ 3 ദിവസം കഞ്ഞിവെള്ളം യൂസ് ചെയ്താലും ബെസ്റ്റാണ്. പിന്നെ നമ്മുടെ ഫൈനൽ ഹാക്ക്, നമ്മുടെ 10ാമത്തെ ഹാക്ക് എന്ന് പറഞ്ഞാൽ നമ്മളെ മുടി തന്നെ നന്നായിട്ട് സ്നേഹിക്കണം. ഒരു ടെൻഷനും പാടില്ല. നമുക്കിപ്പോൾ ടെൻഷനും സ്ട്രെസ്സൊക്കെ വരുമ്പോൾ നമുക്ക് ഹെയർ ഫാൾ ഉണ്ടാവും. അപ്പോൾ എപ്പോഴും നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കണം. അപ്പോൾ മെയിനായിട്ട് ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മൾ ഒരിക്കലും മുടി അഴിച്ചിട്ടിട്ട് ഉറങ്ങാൻ പാടില്ല. ജസ്റ്റ് ലൂസായിട്ട് പിന്നിയാൽ മതി. ലൂസായിട്ട് പിന്നിയിട്ട് നന്നായിട്ട് ഉറങ്ങണം. അപ്പോൾ ഇതാണ് നമ്മളുടെ 10 ഹാക്സ് ആണ്. അപ്പോൾ ഇത് നിങ്ങൾ എല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക. ഒരു 30 ഡേയ്സ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുമ്പോഴേ നിങ്ങൾക്ക് ഒരു മാറ്റം ഉണ്ടാകും. നമുക്ക് കുറച്ച് ഹെയർ വന്ന് കുറച്ച് തിക്നെസ് ഉണ്ടാവും. പിന്നെ കുറച്ചും കൂടെ ലോങ് ആകും. അപ്പോൾ ഇത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഹാക്സ് ആണ്. എല്ലാവരും യൂസ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു കുഞ്ഞ് ഐക്കൺ ബെല്ലുണ്ട്, അതിനെ പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ആരും സബ്സ്ക്രൈബ്